കുവൈത്തിനെ ആക്രമിച്ചത് അമേരിക്ക എന്ന് ഇറാൻ, അതല്ലെങ്കിൽ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കമുള്ള തെളിവുകൾ പുറത്തുവിടണം എന്ന് ഇറാൻ അമേരിക്കയെ വെല്ലുവിളിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കുവൈത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ 1-ാം ടെർമിനലിന് നേരെ മിസൈൽ ആക്രമണം നടന്നു. വലിയ രീതിയിലുള്ള പരിക്കുകളാണ് ഈ ടെർമിനൽ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവിധ വിമാന സർവീസുകളും നിർത്തിവെച്ചു. അങ്ങനെ ഒരു ആകാംക്ഷയിലായിരുന്നു യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്നതിന് ശേഷം ഈ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യം. ഇൻ്റർനാഷണൽ എയർപോർട്ടിന് നേരെ, അത് യാത്രാ വിമാനമാണ്, യാത്രാ എയർപോർട്ടാണ്, അവിടേക്ക് ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത് തന്നെ ഇതാദ്യമായിട്ടാണ്. അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും സൈനിക കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെയാണ് സാധാരണഗതിയിൽ ഇറാൻ ആക്രമണം നടത്താറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് തിരിച്ചുകൊണ്ട് ഈ ജനനിബിഡമായിരിക്കുന്ന സമയത്താണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ മേഖലയെ ആക്രമിച്ചു, അതിൽ ഒരാൾ മരിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വന്ന് കുറച്ച് ആൾക്കാർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞു. പിന്നീട് മരണം 3 ആയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഇവിടെ മാത്രമല്ല, വ്യത്യസ്ത മേഖലയിൽ നടത്തിയിരിക്കുന്ന മിസൈൽ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടാണ് മരണം 3 ആയത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇറാൻ അതിനൊരു സ്ഥിരീകരണം നൽകിയിരിക്കുന്നു, തങ്ങൾ എയർപോർട്ട് ആക്രമിച്ചിട്ടില്ല. സംഭവം ഈ ഇൻ്റർനാഷണൽ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ ഈ അമേരിക്കൻ യുദ്ധവിമാനങ്ങളും സംവിധാനങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു ലക്ഷ്യം വെച്ചിട്ടില്ല, കാരണം സാധാരണക്കാർ മരിക്കുക ഞങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ ഭാഗമല്ല എന്നതിനാൽ തന്നെ തങ്ങൾ ആ പ്രവൃത്തി ചെയ്തിട്ടില്ല. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തു വിടണം എന്നുള്ളതാണ്. ധൈര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയോട് പറഞ്ഞത്. ഇതോടെ അമേരിക്കയെ കുടുങ്ങിയിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പല യുദ്ധഘട്ടത്തിലും അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് ശത്രു രാജ്യത്തിൻ്റെ മേലെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അടുത്ത കാലത്ത്, അല്ലെങ്കിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതിലൊന്ന്, ഗസയിലുള്ള ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതാണ്. അത് 2023 ഒക്ടോബർ 13-ാം തീയതിയാണ് ഈ ആക്രമണം നടത്തുന്നത്. അതിശക്തമായിരിക്കുന്ന ആക്രമണത്തിൽ 4 നില ബിൽഡിങ്ങുകൾ അപ്പാടെ നിലം പൊത്തി ഏകദേശം 350 മുതൽ 600 പേരെങ്കിലും കൊല്ലപ്പെട്ടു. ആദ്യത്തെ റിപ്പോർട്ട് തന്നെ പുറത്തു വന്ന 600 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് 350 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതും, ഒരുപാട് പേർക്ക് സീരിയസ് ആയിട്ട് മറ്റാശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതും, അതിനിടയിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു. ഏറെക്കുറെ 600 മരണം തന്നെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ, അതായത് ഒക്ടോബർ ഈ 13-ാം തീയതി എന്ന് പറയുന്ന യുദ്ധത്തിൻ്റെ മുഹൂർത്ത സമയമാണ്, യുദ്ധം തുടങ്ങുകയാണ്. 6-ാം തീയതിയുള്ള ആക്രമണത്തോടനുബന്ധിച്ച് പിന്നെ 8-ാം തീയതിയോട് കൂടി തന്നെ ഒരു തിരിച്ചടിയും മിസൈൽ ആകാശ യുദ്ധം തന്നെയാണ് ഫസ്റ്റിൽ ഇസ്രായേൽ ഗസക്ക് നേരെ തുടങ്ങിയത്. പിന്നീടാണ് കരസേന വന്നതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ആകാശ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആക്രമണം ഇങ്ങോട്ടും അങ്ങോട്ടും നടത്തിയിട്ടുണ്ട്. ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെയും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഗസക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഒരു മിസൈൽ പതിച്ചുകൊണ്ട്, ഒരു മിസൈൽ എന്ന് പറഞ്ഞാൽ അത് ശക്തമായിരിക്കുന്ന മിസൈലാണ്, ശക്തിയോടുകൂടിയാണ് പൊട്ടിത്തെറിച്ചത്. അങ്ങനെയാണ് ബിൽഡിംഗ് നിലം പൊത്തുന്നത്, അങ്ങനെയാണ് മരണം ഉണ്ടാകുന്നത്. ഇത് വാദം പ്രതിവാദമായി. അമേരിക്ക എന്തായാലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം, അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അത് ചെയ്തത് ഹമാസാണ്. അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള മിസൈൽ ഈ ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കുന്നത് വഴി തെറ്റിയിട്ടാണ് ഈ ആശുപത്രിക്ക് മേലെ പതിച്ചത്. അങ്ങനെ അവർ തന്നെ അവരുടെ കുഞ്ഞുങ്ങളെ അവർ തന്നെ അവരുടെ ജനങ്ങളെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് അടക്കം അത് ലോകത്ത് മുഴുവൻ വ്യാപിച്ചു. പിന്നീട് ഈ ഹമാസ് തന്നെ കൊലപ്പെടുത്തിയെന്നുള്ള അഭിപ്രായങ്ങൾ വന്നു. യൂറോപ്യൻ പത്രങ്ങളൊക്കെ ഏറ്റുപിടിച്ചു. പിന്നീട് അൽ ജസീറ ചാനലിൽ ഇതേക്കുറിച്ചിട്ടൊരു സമഗ്രമായിരിക്കുന്ന അന്വേഷണം നടത്തി. അത് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതങ്ങനെയല്ല, അമേരിക്കയും ഇസ്രായേൽ പറയുന്ന കള്ളത്തരമാണ്, യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ മിസൈൽ പതിച്ചിട്ടാണ് ഈ ദുരന്തമുണ്ടായത് എന്നവർ കണ്ടെത്തി. ഒരുപാട് തെളിവുകളൊക്കെ നിരത്തിയിട്ടാണ്. അന്ന് ഗസയെ സംബന്ധിച്ചിടത്തോളം ഗസയിലേക്ക് അന്താരാഷ്ട്ര മീഡിയക്കാർ ഇഷ്ടംപോലെയുള്ള നൂറുകണക്കിന് അന്താരാഷ്ട്ര മീഡിയക്കാരുണ്ടായിരുന്നു. അത്ര വലിയ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവുന്നില്ല, തുടക്ക സമയമാണല്ലോ. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് പരമാവധി ചാനലുകാരും മീഡിയക്കാരും അവിടെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. വിവാദമായ സമയത്ത് ഇത് UN പോലും ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിൽ റഷ്യ ഇടപെട്ടു. റഷ്യ പറഞ്ഞൊരു കാര്യമുണ്ട്. റഷ്യ പറഞ്ഞതോടുകൂടിയാണ് വ്യക്തമാകുന്നത്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു, നിങ്ങളല്ല ആക്രമിച്ചത് എങ്കിൽ, അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പേര് വിളിച്ചിട്ടാണ് പറഞ്ഞത്, മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പേര് വിളിച്ചിട്ടാണ്, നിങ്ങളല്ല അത് ചെയ്തത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റഡാർ ചിത്രങ്ങൾ പുറത്തുവിടണം. നിങ്ങളുടെ കയ്യിൽ അത് കൃത്യമായ രീതിയിൽ ഉള്ളതാണ്.
അപ്പോൾ നിങ്ങളുടെ രാജ്യത്തു നിന്ന് ഒരു മിസൈൽ പുറത്തോട്ട് പോവുകയാണെങ്കിലും നിങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ റഡാർ ചിത്രങ്ങൾ വളരെ കൃത്യതയോട് കൂടിയിട്ട് അത് അറിയാൻ വേണ്ടി സാധിക്കും. ഇനി സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ചാൽ അതും അറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ലോകത്തിന് നിങ്ങളത് തെളിയിച്ചു കൊടുക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങളല്ലെങ്കിൽ അത് ആ കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നുള്ളത് അതിൻ്റെ സമയവും അതിൻ്റെ ഈ തീയതിയും വളരെ കൃത്യമായ രീതി ഒക്ടോബർ 13 ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഏകദേശം ഒരു രാത്രിയോടനുബന്ധിച്ച് 8 മണി സമയത്ത് എന്നാണ് ഒരു റിപ്പോർട്ടിനകത്ത് കാണുന്നത്. വൈകിട്ടുള്ള 8 മണിയോട് കൂടിയിട്ടാണ് ഈ ആക്രമണം. പൊടുന്നനെ ഉണ്ടായിരിക്കുന്ന ആക്രമണമാണ്, അപ്രതീക്ഷിതമായ ആക്രമണമാണ്. അതുകൊണ്ട് ആളുകൾക്ക് ഇറങ്ങി ഓടാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ചിത്രങ്ങൾ പുറത്ത് വിട്ടിട്ട് നിങ്ങളല്ല എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞതോടുകൂടി അത് റൂട്ട് മാറിയാണ് പിന്നോട്ട് വയ്യത്. അതിന് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 2026 ഇതുവരെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അത് കൃത്യമായ രീതിയിൽ അവർ തന്നെ ചെയ്തതാണ് എന്ന് മൗനം സമ്മതം അവർ നടത്തി. മാത്രമല്ല അവിടുന്ന് അങ്ങോട്ടുള്ള ഈ 2021 നമ്മളീ പറഞ്ഞ ഒക്ടോബർ കഴിഞ്ഞു, നവംബർ ഡിസംബർ കഴിഞ്ഞ് 2024 വന്ന് ഈ കാലഘട്ടത്തിലെല്ലാം ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ആശുപത്രിയാണ്. പരമാവധി ആശുപത്രി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഗസക്കകത്ത് ആശുപത്രി ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിൽ എപ്പോഴും ഒരു ആശുപത്രിയോ അതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ വിഭാഗങ്ങളോ ഉണ്ടാകും. ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ പോലും പറ്റാത്ത വിധമുള്ള കഠിനമായിരിക്കുന്ന ഇടപെടൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ ആശുപത്രി ആക്രമിക്കില്ല പറ്റിപ്പോയി എന്നൊന്നും പറഞ്ഞിട്ടാണെങ്കിൽ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. കാര്യം ആ പണി അവർ ചെയ്യുന്നതാണ് എന്ന് ചുരുക്കം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ കുവൈത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾ സംസാരിക്കുന്നത്. ഈ കുവൈത്തിലും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കാം. അവരുടെ പാട്രിയറ്റ് മിസൈൽ ഇതിനെ പ്രതിരോധിക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ മിസൈലിനെ പ്രതിരോധിക്കുന്ന സമയത്ത് തെറ്റിയിട്ട് അവിടെ തന്നെ വീണ്ടും കഴിഞ്ഞ് പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ളതാണ്. വളരെ ശക്തമായ രീതിയിലാണ് കുവൈത്ത് പ്രതികരിച്ചത്. എന്നാൽ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് അവരിലും ഒരു സംശയം വന്നിട്ടുണ്ട്, ആണോ അല്ലേ എന്നുള്ള കാര്യം. ഇറാനെ സംബന്ധിച്ചവർ ആക്രമിച്ചാൽ തങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് കൃത്യമായ രീതി അവർ പറയും. അവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമില്ല. യുദ്ധമല്ലേ, യുദ്ധത്തിൽ പേടിക്കേണ്ട കാര്യം എങ്ങനെയാണെങ്കിലും ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രത്തൊക്കെയാണ് തങ്ങളുടെ രാജ്യത്തേക്ക് വരിക എന്നുള്ളത് കൃത്യമായി അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവരങ്ങനെയൊക്കെ തന്നെ സംസാരിക്കും. അപ്പോൾ ഇറാൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇതിന് മുൻപ് പറഞ്ഞിരുന്നു സൗദി അറേബ്യക്ക് നേരെ ആക്രമണം നടത്തിയ സമയത്ത് 2 മിസൈൽ പതിച്ചുകൊണ്ട് അവരുടെ പെട്രോ കെമിക്കൽ മേഖലയ്ക്ക് തീപിടുത്തമുണ്ടായി. സാപ്റ്റിക്കോൻ്റെ ഈ അറാംകോൻ്റെ തീപിടുത്തം ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ രൂക്ഷമായി. ഈ സൗദി അറേബ്യയിലെ അറാംകോനെ ഇറാൻ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു പിറ്റേത്തെ ഹെഡിങ് ഒക്കെ വന്നിരുന്നത്. അത് അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് IRGC അതിന് പ്രസ്താവന പുറപ്പെടുവിച്ചു, ഞങ്ങൾക്ക് ആക്രമണമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ ഈ പറയപ്പെട്ട മേഖല ആക്രമിച്ചിട്ടില്ല. പിന്നെ നോക്കുന്ന സമയത്ത് അത് മറ്റാരോ ആണ്, മറ്റേച്ചാൽ ഒന്നൊക്കെ ഇസ്രായേലോ അമേരിക്കയോ ആണ്. വൈതെറ്റി പോയതൊന്നുമല്ല. കാരണം അറേബ്യൻ രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ സൈന്യത്തോടൊപ്പം ചേരുക എന്നുള്ള അവരുടെ നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ്. അതിന് എന്തൊക്കെ പണിയെടുക്കാൻ പറ്റുമോ അത്രയൊക്കെ പണികളൊക്കെ പല രീതിയിൽ എടുക്കുന്നുണ്ട്. പക്ഷേ ക്ഷമയോട് കൂടിയിട്ട് അറേബ്യൻ രാജ്യങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാര്യം ഇറാനെ ശത്രുവാക്കി കഴിഞ്ഞാൽ അത് ഭാവിയിൽ അത് ബാധിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറാൻ ഏതെങ്കിലും കാരണത്താൽ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി ഇല്ലാതാവുകയോ അവിടെ ഒരു ഭരണമാറ്റം വരികയോ ചെയ്താൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല അപ്പാടെ അവരുടെ ചൊൽപ്പടിക്ക് കീഴിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആവും. കാര്യം എന്ന് വെച്ചാൽ പ്രതിരോധിക്കാൻ ആളില്ലാത്തൊരു സ്ഥിതി വരും. ഇറാൻ ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അറേബ്യൻ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം. അവരിപ്പോൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും. അതില്ലെങ്കിൽ അമേരിക്ക എന്താണോ പറയുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ എന്താണോ പറയുന്നത് അത് അടിമകളെ പോലെ കേൾക്കേണ്ട ഒരു സ്ഥിതി വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് പരമാവധി ക്ഷമിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് UAE ഒക്കെ ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിരിക്കുന്നു. ഇനി ഞങ്ങൾ ഒരു പക്ഷേ ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ച നടപടി ആയിരിക്കില്ല ഇനി മുന്നോട്ട് സ്വീകരിക്കുക. യുദ്ധം ചെയ്യുന്നു ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത്ര വരെ അവർ പറഞ്ഞതിന് പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഇറാൻ ഇല്ലാതാവാൻ പാടില്ല, അത് നിലനിൽക്കണം, അത് തങ്ങളുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്നവർക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഈ പുതിയൊരു വിഷയം ഇപ്പോൾ ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ജൂൺ 3
കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള എണ്ണക്കപ്പലിന് നേരെ ഒരു ആക്രമണം നടത്തി. അതോടൊപ്പം തന്നെ ക്വാസം ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട് ആ മേഖലയിലെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെയും ആക്രമിച്ചു. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ വെടിനിർത്തലാണ്. വെടിനിർത്തലുണ്ടാകുന്ന സമയത്ത് ആക്രമണം ഉണ്ടാകാൻ പാടില്ലല്ലോ. അങ്ങനെ ആക്രമണം സംബന്ധിച്ച് അതൊരു പ്രകോപനം ഉണ്ടാക്കിയാണ്. ആ സമയത്തുള്ള മാരകമായിരിക്കുന്ന തിരിച്ചടി, ഇറാൻ്റെ തിരിച്ചടിയാണ് കുവൈത്തിനെ ലക്ഷ്യം വെച്ചും ബഹ്റൈൻ ലക്ഷ്യം വെച്ചും അങ്ങോട്ട് പോയത്. അതിലൂടെ അമ്പരന്ന് പോയി. പ്രത്യേകിച്ച് ബഹ്റൈനെ അവർ അഞ്ചാപ്പടയായിട്ട് ബന്ധപ്പെട്ട ആ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇറാൻ്റെ മിസൈലിൻ്റെയും ഡ്രോണിൻ്റെയും ആക്രമണത്തിൽ അമ്പരന്ന് പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്നത്. അവർക്ക് ഏത് രീതിയിൽ പ്രതികരിക്കണം എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ പോലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ചില പത്രങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുക. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം കുവൈത്തിനെ ആക്രമിച്ചത് ഇറാൻ അല്ലെന്ന് വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും തെളിയിക്കപ്പെടുന്നതാണ് തെളിവോടുകൂടി. അതല്ലെങ്കിൽ ഇസ്രായേൽ സ്വീകരിച്ച പോലെ അമേരിക്ക മിണ്ടാതാവുകയാണെങ്കിൽ നോക്കണം അത് അവർ തന്നെയാണ് ചെയ്തത് എന്ന് ചുരുക്കം.